ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ വീഡിയോ ഞാൻ പോയ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ള ട്രാവൽ എക്സ്പീരിയൻസും അവിടെ ഞാൻ കഴിച്ച ഒരു ഫിഷ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ബീച്ച് ടൂറിസത്തിന് ഇന്ത്യയിൽ ഫേമസ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഗോവ തന്നെയാണ്. അതിലൊട്ടും സംശയമില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചസ് ഉണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ല വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഗോവ ഇപ്പോൾ ഒന്നാകെ കൊമേഴ്ഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു. അതിനേക്കാൾ ഉപരി ഒട്ടുമിക്ക ബീച്ചുകളിലും ഫാമിലി ആയിട്ട് പോയിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ തിരഞ്ഞപ്പോഴാണ് ഗോവ പോലെ എൻജോയ് ചെയ്യാൻ പറ്റുക എന്നാൽ പീസ്ഫുൾ ആയിട്ടുള്ളൊരു നല്ല ബീച്ച് ഡെസ്റ്റിനേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. മാൽവൻ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. തർക്കർലി എന്നും അറിയപ്പെടും. നിങ്ങൾ മാംഗ്ലൂർ സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഗോവ കഴിഞ്ഞൊരു 150 കിലോമീറ്റേഴ്സും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ഥലം എത്തും. അതേപോലെ തന്നെ മുംബൈ സൈഡിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഗോവ എത്തുന്നതിൻ്റെ 150 കിലോമീറ്റേഴ്സ് മുന്നേ പൻവേൽ കൊച്ചിൻ ഹൈവേയിൽ കൂടൽ എന്നുള്ള സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒരു 40 കിലോമീറ്റേഴ്സ് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാൽവൻ അല്ലെങ്കിൽ തർക്കർലി എത്തും. ഇവിടെയുള്ള നാട്ടുകാർ ട്രഡീഷണൽ മഹാരാഷ്ട്രൻസ് ആണ്. അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ തന്നെ പക്ക മറാഠി സ്റ്റൈലാണുള്ളത്. പിന്നെ ഫുൾ ബീച്ച് ഏരിയ ആയതുകൊണ്ട് തന്നെ മെയിൻ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ്. 3 കാര്യങ്ങളാണ് മാൽവൻ്റെ മെയിൻ അട്രാക്ഷൻസ്. ഒന്ന് ബീച്ചസ്, അതേപോലെ തന്നെ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സിന്ധുദുർഗ് ഫോർട്ട് ഉണ്ട്, പിന്നെ സീ ഫുഡ്. ഞാനൊരു ഫുഡി ആയതുകൊണ്ട് തന്നെ എൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് സീ ഫുഡ് തന്നെയാണ്. ഇവിടെ കുറേ വാട്ടർ സ്പോർട്ട് പാക്കേജസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളും ഒന്ന് എടുത്തു. ഇതിൽ സ്നോക്ലിംഗ്, സ്കൂബ ഡൈവിംഗ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എൻ്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. കടലിൻ്റെ താഴെ പോയി കോറൽസ് അതേപോലെ തന്നെ ചെറിയ മീനുകളൊക്കെ കാണാം. അതൊക്കെ ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയായിരുന്നു. ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഒരു ഡോൾഫിൻ സഫാരി ഉണ്ടായിരുന്നു. അത് രാവിലെ ബോട്ടിൽ നമ്മളെ കടലിൽ കൊണ്ടുപോയിട്ട് ഡോൾഫിനെ കാണിച്ചു തരും. അതേപോലെ തന്നെ സുനാമി ഉണ്ടായതിന് ശേഷം ഒരു സുനാമി ഐലൻഡ് ഉണ്ടായിട്ടുണ്ട്. അവിടെ കുറേ വാട്ടർ സ്പോർട്സ് ഉണ്ട്. ജെറ്റ് സ്കീ, സ്പീഡ് ബോട്ട്, അതേപോലെ തന്നെ ബനാന റൈഡ്. ഇതൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസ് ആയിരുന്നു. അക്കോമഡേഷൻ ആണെങ്കിൽ MTDCൻ്റെ ഒരു റിസോർട്ടാണ് അവിടെ മെയിൻലി ഉള്ളത്. വേറെ കുറച്ച് ലോക്കൽ ഹോട്ടൽസ് അവൈലബിൾ ആണ്. പക്ഷേ ഇതൊരു ബീച്ച് സൈഡ് റിസോർട്ട് ആയതുകൊണ്ട് തന്നെ ഇതിലൊരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഫുഡി ആയതുകൊണ്ട് തന്നെ കറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ പല റെസ്റ്റോറൻറ്റിലും കയറി ഇറങ്ങിയിട്ട് മാൽവൻ സ്റ്റൈൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു വേറെ പണി. അന്ന് മുതലാണ് ഈ ഒരു മാൽവൻ സ്റ്റൈൽ ഫിഷ് ഫ്രൈ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതും അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കി നോക്കണം, പഠിച്ചെടുക്കണം എന്നൊക്കെ തോന്നിപ്പോയതും. ഈ ഒരു ഫിഷ് ഫ്രൈൻ്റെ പ്രത്യേകത ഒരു മാൽവൻ മസാലയാണ്. അതിപ്പം സ്റ്റോറിലും വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കാനും പറ്റും. ഈ ഒരു മസാല തേച്ചതിന് ശേഷം കോട്ടിംഗ് കൊടുത്തിട്ട് ഡീപ്പ് ഫ്രൈ അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് മാൽവൻ ഫിഷ് ഫ്രൈൻ്റെ പ്രത്യേകത. അപ്പോൾ ഇന്ന് ഞാൻ ഐക്കോറ വെച്ചിട്ടാണ് ഈ രീതിയിൽ തയ്യാറാക്കുന്നത്. ഐക്കോറക്ക് മറാഠിയിൽ സുർമയെന്നും പറയും. എല്ലാവർക്കും മാൽവൻ മസാല അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഇൻഗ്രീഡിയൻസിൻ്റെ എക്സാക്ട് മെഷർമെൻറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കണം. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. നന്നായിട്ട് ബ്രൗൺ ആവണ്ട, ജസ്റ്റ് അതിൻ്റെ നല്ലൊരു അരോമ വരുമ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കും. അങ്ങനെ തയ്യാറാക്കിയ മാൽവൻ മസാല റെഡിയായി. ഇനി മീനിൽ തേക്കാനായിട്ട് ഒരു പച്ചമസാല തയ്യാറാക്കും. അതിനായിട്ട് 1/2 വലിയുള്ളി, 7 വെളുത്തുള്ളീൻ്റെ അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ 1/2 ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് ആക്കിയതിന് ശേഷം മീനിൽ തേച്ച് പിടിപ്പിക്കുക. ഇനി മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മൾ കോട്ടിങ്ങിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും, അപ്പോൾ അത്യാവശ്യം ഉപ്പ് ഉണ്ടായിക്കോട്ടെ. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാൽവൻ മസാലയാണ് അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഏകദേശം 5 ടീസ്പൂൺ മാൽവൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഇതേപോലെ കോട്ടിങ്ങിൽ കുറച്ച് ചേർത്ത് കൊടുക്കും. രണ്ട് സൈഡും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഉപ്പും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മസാല പിടിക്കാനായിട്ട് നമുക്ക് 15 മിനിറ്റ് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കോട്ടിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് 1/4 കപ്പ് റവ എടുക്കാം, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടീസ്പൂൺ മാൽവൻ മസാല, അതേപോലെ അത്യാവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഈ കോട്ടിംഗ് ആണ് പൊരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിഷിന് ആ ക്രിസ്പിനെസ് കൊടുക്കുക. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. എല്ലാ ഫിഷ് പീസസും നമുക്ക് ഇതിലിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം.
എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികൾക്ക് അധികം പരിചയമില്ലാത്തൊരു കുക്കിംഗ് സ്റ്റൈലാണ് ഈ മാൽവൻ രീതി. ഈ ഒരു മാൽവൻ മസാലയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ വീട്ടിൽ പരീക്ഷിച്ച് നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാ ഫിഷ് പീസസും കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ട് ഇത് തവ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് എല്ലാ സൈഡിലോട്ടും എണ്ണ ഒന്ന് ആക്കി കൊടുക്കാം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കോട്ടിങ് മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സൈഡ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ തവ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് എണ്ണ ആവശ്യമുള്ളൂ. ഡീപ് ഫ്രൈൻ്റെ പോലെ കുറേ എണ്ണേൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു കണക്കിന് നോക്കുമ്പോൾ ഒരു ഹെൽത്തി ഓപ്ഷനാണ്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് നന്നായിട്ട് ക്രിസ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡ് കുറച്ചും കൂടി ഒന്ന് ആയിക്കോട്ടെ. എന്നിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. മാൽവൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫിഷ് ഫ്രൈൻ്റെ കൂടെ വൈറ്റ് റൈസ് അല്ലെങ്കിൽ ബാക്രി, കുറച്ച് വട്ടത്തിലുള്ള കട്ടിയുള്ള പത്രിക്കയാണ് ബാക്രി എന്ന് പറയുക. അതേപോലെ തന്നെ കോംഡി വട, സോൾക്കടി, ഇതൊക്കെ വെച്ചിട്ടാണ് അവർ സെർവ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് ഞാൻ 1 by 1 പോസ്റ്റ് ചെയ്യാം. ഈ ഒരു ഫിഷ് ഫ്രൈ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാ ചോറിൻ്റെ കൂടെയാണെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോഴിക്കോട്ട് അടുക്കള ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.